എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം 5 കിലോ വരുന്ന കേര മേടിച്ചിട്ട് അച്ചാറിട്ടത് എല്ലാവരും കണ്ടു കാണുമല്ലേ. അതിന്റെ കൂടെ തന്നെ നമ്മൾ കേരയുടെ തല എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തേക്കുന്ന കേരയുടെ തല എങ്ങനെയാണ് കറി വെക്കുന്നതെന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാവേ. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, വേഗം നമ്മുടെ കറി വെക്കുന്നതിനുള്ള പരിപാടിയിലേക്ക് അവിടെ ഒരു അടുപ്പൊക്കെ കൂട്ടി നമ്മൾ അതിനകത്ത് ഒരു ഉരുളിലേക്ക് വെച്ച് കൊടുത്ത് എല്ലാം ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ അരിയിൽ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് കാണാവേ. അപ്പോഴേ നമ്മൾ ഉരുളി വെച്ച് കൊടുത്തിട്ട് ഉരുളി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉരുളി ചൂടായി കിടക്കുന്നതുകൊണ്ട് തന്നെ എണ്ണ വേഗം ചൂടായിട്ട് വരും കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാവേ. കടുകെല്ലാം നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവ എന്നൊരു ഗോൾഡൻ കളറിലേക്ക് ആയി വന്നാൽ മതി കേട്ടോ. നമ്മൾ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉലുവയൊക്കെ ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് കൊടുക്കാം. ഇതിങ്ങനെ ചതച്ച് തന്നെ ഇട്ട് കൊടുക്കണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ നല്ലപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടാണെങ്കിലും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ചതച്ചെടുത്തേ ഉള്ളൂ. നമുക്കിത് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ നമ്മുടെ വീഡിയോസൊക്കെ അകത്ത് വെച്ചിട്ടാണ്, ഗ്യാസിലൊക്കെയാണ് കേട്ടോ ചെയ്യാറ്. ഇന്നിപ്പോൾ നമ്മൾ പുറത്ത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചൊരു മാറ്റമൊക്കെ വേണ്ട. ഇപ്പോഴും ഇങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നൊരു സുഖം ഉണ്ടാവില്ല. അത് നമ്മളൊന്ന് പുറത്ത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്താൽ കേട്ടോ. അപ്പോൾ നമ്മൾ മഴയൊക്കെ പെയ്ത് നനഞ്ഞു കിടന്നത് കൊണ്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഇരട്ടയൊക്കെ ഇട്ട് കത്തിച്ച് ഒന്ന് ചൂടൊക്കെ ആക്കി എടുത്തതിന് ശേഷമാണ് നമ്മളിവിടെ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കുഞ്ഞുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാതെ എല്ലാം നല്ലപോലെ ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. ഒന്നും പേസ്റ്റ് പോലെ അരച്ചിട്ടില്ല. നന്നായിട്ട് ചതച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി കുഞ്ഞുള്ളിയും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെന്താ, നമ്മൾ ഈ മുറ്റത്ത് ഇങ്ങനെ അടുപ്പ് കൂട്ടിയേക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം ഓണത്തിന് കസിൻസ് പിള്ളേരുകളൊക്കെ വന്ന സമയത്ത് നമ്മളിവിടെ പുറത്ത് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂട്ടിയൊരു അടുപ്പായിരുന്നു കേട്ടോ. ആ അടുപ്പിലേക്ക് തന്നെയാണ് നമ്മൾ ഇന്നും മീനിൻ്റെ തല കറി വയ്ക്കാനായിട്ട് വന്നേക്കുന്നത്. നമുക്കിനി ഇതൊന്ന് റെഡിയാക്കി എടുക്കാം വേഗം. അപ്പോഴേ നമ്മൾ ചെറുള്ളി ഇട്ട് കൊടുത്തും കൂടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ സാധാരണ എരിവ് ഉള്ള മുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പച്ചമുളക് ചേർക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കണം. നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് പച്ചമുളക് കുറച്ച് കൂടുതലായിട്ട് ചേർത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതും കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാതെ. അപ്പോൾ നമ്മുടെ മുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളിത് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവേ. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം നല്ലപോലെ മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ മുളക് പൊടി, അതായത് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല. കാശ്മീരി മുളക് പൊടി മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇതും കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാതെ ചെറിയ തീയിലിട്ടിട്ട് നമുക്കിത് മൂപ്പിച്ചെടുക്കണം കേട്ടോ. കാറ്റത്ത് ഇങ്ങനെ പുകയടിച്ചിട്ട് അത്യാവശ്യം നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട്. നമ്മുടെ മുളക് ഇത് നല്ലപോലെ മൂത്ത് പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. അതുപോലെ തന്നെ പാകത്തിന് മൂത്തും കിട്ടണം കേട്ടോ. ഒരുപാട് മൂത്ത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് തന്നെ വല്ലാണ്ടങ്ങ് മാറിപ്പോവാൻ. അപ്പോൾ നമ്മളിങ്ങനെ പാകത്തിന് ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് നമ്മൾ നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുളക് മൂത്ത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് കളറൊക്കെ നല്ല
ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി അരച്ച് ചേർത്ത് കൊടുക്കാം. നമുക്കിതും കൂടെ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. തക്കാളി നന്നായിട്ട് ചൂടായി ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു എന്താ പറയുക എണ്ണയൊക്കെ തെളിഞ്ഞു വരണം. നമ്മുടെ തക്കാളി നല്ല പോലെ വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു എണ്ണയുടെ ഒരു ഇത് കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എണ്ണയുടെ ഒരു തിളക്കം പോലെ നമുക്ക് ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അത് എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ബാക്കി കാര്യങ്ങളോട് ചേർത്ത് കൊടുക്കാൻ തുടങ്ങാവേ. ഇത്ര നേരം നമ്മളിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് തീ അധികം കൂട്ടി വെക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ചെറിയ തീയിൽ വെച്ച് വഴറ്റിയെടുത്തില്ലെങ്കിൽ കരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാറ്റൊക്കെ അടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കുഴപ്പമില്ല, നമുക്ക് തീയൊക്കെ കൂട്ടി വെച്ച് റെഡിയാക്കി എടുക്കാവേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. 2 വലിയ അല്ലി കുടംപുള്ളി എടുത്തിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. നമ്മൾ കുറച്ചധികം നേരം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 മണിക്കൂർ നേരം ഇട്ട് വെച്ചാണ്. നമ്മൾ അങ്ങനെ നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പുളിയൊക്കെ പെട്ടെന്ന് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി നമ്മുടെ മീനിലേക്കൊക്കെ വേഗം പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കറി വെക്കുന്നതിന് കുറച്ച് നേരം മുന്നേ തന്നെ പുളി വെള്ളത്തിലിട്ട് വെക്കുന്നത് കേട്ടോ. ചെറിയ ചൂടുവെള്ളം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. അപ്പം അതിനകത്ത് പുളിയൊക്കെ വേഗം ഇറങ്ങി നമ്മുടെ മീനിലേക്കൊക്കെ വേഗം പിടിക്കും കേട്ടോ. നമ്മളതിൻ്റെ വെള്ളം മാത്രമല്ല ഒഴിക്കുന്നത്, പുളിയോട് കൂടെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിനെ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മീൻ വേവിച്ച്, അതായത് അതിൻ്റെ തല നമുക്ക് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് തിളച്ച് കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് ഇതിനകത്തേക്ക് തല ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം നമുക്കിനി ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കാവേ. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്ന പുളിവെള്ളം നല്ലപോലെ ചൂടായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ തല വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. നമ്മൾ ഇതിനകത്തേക്ക് തല ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് കുറയും കേട്ടോ. ഒഴിക്കുന്നതിന് കുഴപ്പമൊന്നും ഇല്ല, പക്ഷെ നമ്മളിത് ആദ്യം തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. പിന്നീട് അത്യാവശ്യം നമുക്ക് വെന്ത് കിട്ടിയിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എന്നാലും ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവീനെ ഇവിടെ കിടന്ന് നല്ലപോലെ തിളക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മളത് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണേ. ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് മീനൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് അതിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഗ്രേവിനെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാവേ. കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം ആ ഒരു വെള്ളത്തിന് പാകമായിട്ടുള്ളൊരു ഉപ്പ് മാത്രമേ ഉള്ളൂ. നമ്മുടെ മീനിനും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്ന വെള്ളമൊക്കെ തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മീനിൻ്റെ തല ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതിനകത്ത് തല മാത്രമല്ല ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും മിക്സ് റെഡിയാക്കിയതിന് ശേഷം ഇതിൽ തല മാത്രം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറി വെക്കാം. പക്ഷെ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ ദിവസം മുഴുവനായിട്ടുള്ള മീനല്ലേ വാങ്ങിച്ചേ, അതുകൊണ്ട് മീനിൻ്റെ നമുക്ക് ആ ഒരു വയറിൻ്റെ ഒരു എന്താ പറയുക കുറച്ച് കട്ടി കുറഞ്ഞൊരു പോർഷനൊക്കെ ഉണ്ട്. അത് നമുക്ക് അച്ചാറിടാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ട് അതൊക്കെ നമ്മൾ കറി വെക്കാനായിട്ട് എടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗവും പിന്നെ നടുക്കത്തെ ആ ഒരു മുള്ള ആ ഒരു വലിയ എല്ലിൻ്റെ ഒക്കെ ഒരു ഭാഗമൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മളിന്ന് തലക്കറിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നിച്ചാണ് നമ്മൾ കറി വെക്കുന്നത്. അപ്പോൾ തലക്കറി വെക്കുമ്പം ഇത്രയും ഭാഗം ഇങ്ങനെ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് തല മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ തലക്കറി വെക്കുമ്പോൾ അത് കട്ട് ചെയ്തും വെക്കാറുണ്ട്, തല മുഴുവനോടെ വെക്കാറുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ കട്ട് ചെയ്താണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് തുടങ്ങിയേ. നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് തവിയൊന്ന് ജസ്റ്റ് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ തലയുടെ കഷ്ണങ്ങൾ കട്ട് ചെയ്ത് വെച്ച് തന്നെ നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുണ്ടോ, നമുക്ക് ഇതെങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മീനിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ എടുത്തു വെച്ചിരുന്നതാണ്. ഇതും കൂടെ ഒരുമിച്ച് നമുക്ക് ഇതിൻ്റെ കൂടെ കറിയാക്കി എടുക്കാം. നമ്മൾ അച്ചാറൊക്കെ വെക്കുന്ന സമയത്ത് മീനിൻ്റെ ആ ഒരു വയറിൻ്റെ പോർഷനൊന്നും അച്ചാറിലേക്ക് എടുക്കത്തില്ല കേട്ടോ. കാരണം അവിടെ അത്ര നല്ലപോലെ ദശയൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. അപ്പോൾ ആ ഒരു പോർഷനും പിന്നെ നടുവിലുള്ള ആ ഒരു മുള്ളും എല്ലാം കൂടെ ചേർന്ന ഭാഗങ്ങളാണ്. ഇതൊക്കെ കൂടെ നമുക്കിങ്ങനെ കറിയാക്കി എടുക്കാം.
അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് തലക്കറിയുടെ കൂടെ ഇതെല്ലാം കൂടെ വേവിച്ചെടുക്കാമെന്ന്. മീൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തൊന്ന് തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് തവിയിട്ട് ഇളക്കുമല്ല കേട്ടോ ചെയ്യുന്നത്. നമുക്ക് നല്ലപോലെ ചട്ടി എടുത്തൊന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇതേ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടി എടുത്തൊന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ എല്ലാ കഷ്ണവും ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ എടുത്തിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. മീൻ ഇനി നമ്മൾ വെന്ത് വരുന്നതിനനുസരിച്ച് ഇങ്ങനെ ചുറ്റിച്ച് മാത്രം കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. തവിയിട്ട് കുത്തി ഇളക്കാൻ പാടില്ല, മീൻ പൊടിഞ്ഞു പോവേ. അപ്പോൾ ഇത് മൊത്തം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്നൊരു വാഴയില വെച്ച് ഇതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാവേ. ഇതേ നമുക്കിനി ഇത് അടച്ചു കൊടുക്കാവേ. ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മൾ എല്ലാ മീൻ കഷ്ണങ്ങളും അതിൻ്റെ ആ ഒരു ചാറിനകത്തേക്ക് മുങ്ങിയാട്ടോ കിടക്കുന്നത്. മുങ്ങി വെച്ചാൽ എല്ലാത്തിലും വെള്ളത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ വയ്ക്കുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ വയ്ക്കുന്നതാണ് കേട്ടോ നല്ലത്. അല്ലാതെ ഏതെങ്കിലും കഷ്ണങ്ങൾ അതിലേക്ക് എത്താതിരിക്കുന്നതിൽ നല്ലത് എല്ലാം ഇങ്ങനെ മുങ്ങി കിടക്കുന്നതാണ്. അപ്പോൾ എല്ലാം ഒരുപോലെ നമുക്ക് വെന്ത് കിട്ടും. അതുപോലെ എരിവും പുളിയൊക്കെ എല്ലാത്തിലേക്കും ഒരുപോലെ പിടിച്ചും കിട്ടും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. അപ്പോൾ തവിയിട്ട് ഇളക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചുറ്റിച്ച് തന്നെ കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിനെങ്ങനെ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാവേ. അപ്പോൾ നമ്മുടെ മീൻ എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ചാറൊക്കെ നല്ല കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഇപ്പത്തുനിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി കേരയുടെ തലക്കറി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് നല്ല ചൂടൊക്കെ ഒന്ന് ആറി വരണം. മീൻകറിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിക്കാനുണ്ട് ടേസ്റ്റ്. 1-2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ അത് അടിപൊളിയായിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കിഡിലൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം.